Hi friends, welcome to a new video of Candela Study Circle. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വർക്ക് പവർ എനർജി എന്ന ടോപ്പിക്കിൻ്റെ തിയറി പാർട്ട് എടുത്തു. ഈ ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങളാണ്. ജനറൽ സയൻസ് ഉള്ളവർ ഈ ഭാഗം മാത്രം പഠിക്കുക. +2 സയൻസ് സിലബസ് ഉള്ളവർ ഇതിൻ്റെ പാർട്ട് 2 കൂടെ കാണണം. അവർക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത് പാർട്ട് 2-ലെ ക്വസ്റ്റ്യൻസ് ആണ്. അത് +1 +2 ലെവലിൽ വരുന്ന +1 +2 NCERT-യിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഫ്രണ്ട്സ്, ഒരു റിക്വസ്റ്റ് ഉണ്ട്. വർക്ക് എനർജി പവറിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാതെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ കാണരുത്. നിങ്ങൾ ആദ്യം ആ വീഡിയോ കണ്ടതിന് ശേഷം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിലേക്ക് വരിക. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ്, വർക്ക് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ഫോഴ്സ്. ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇതിൽ വർക്കിൻ്റെ ശരിയായ ഇക്വേഷൻ ഏതാണെന്നാണ് ചോദിച്ചത്. നമ്മൾ പഠിച്ചാണ് വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് വർക്ക്? വർക്കിൻ്റെ യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ന്യൂട്ടൺ, ഓപ്ഷൻ ബി പാസ്കൽ, ഓപ്ഷൻ സി ന്യൂട്ടൺ മീറ്റർ, ഓപ്ഷൻ ഡി വാട്ട്. ഇപ്പം വർക്കിൻ്റെ യൂണിറ്റ് നമുക്കറിയാം. വർക്കിൻ്റെ ഇക്വേഷൻ W = ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതിൽ ഫോഴ്സിൻ്റെത് ന്യൂട്ടൺ ആണ്, ഡിസ്പ്ലേസ്മെൻ്റെത് മീറ്റർ ആണ്. സോ ന്യൂട്ടൺ മീറ്റർ ആണ് വർക്കിൻ്റെ യൂണിറ്റ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ദ വർക്ക് ഓഫ് ആൻ ഒബ്ജക്റ്റ് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ്, 0 ആൻഡ് ഓൾ ഓഫ് ദിസ്. ഒരു വർക്ക് എന്താവാം? പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, 0 ആവാം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. സോ നമ്മൾ ഓപ്ഷൻ ഡി ടിക്ക് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, വർക്ക് ഡൺ ഓൺ ആൻ ഒബ്ജക്റ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ. വർക്ക് ഡൺ, ഒരു പ്രവൃത്തി എന്തുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് ചോദിച്ചത്. താഴെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ ഡിസ്പ്ലേസ്മെൻറ്റ്, ഓപ്ഷൻ ബി അപ്ലൈഡ് ഫോഴ്സ്, ഓപ്ഷൻ സി ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഓപ്ഷൻ ഡി ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് വർക്കിൻ്റെ ഇക്വേഷൻ അറിയാമല്ലേ. W = Fs cos θ, Fs cos θ. ഓക്കെ, ഇതിൽ അപ്ലൈഡ് ഫോഴ്സ് എഫ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ കോസ്റ്റിൻ്റെ ഇവിടെ തീറ്റയും ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ ഡിപ്പെൻഡ് ചെയ്യാത്തത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ഡി ആണ്, ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ്. സോ വർക്കുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാത്തത് ഓപ്ഷൻ ഡി, ഇനീഷ്യൽ വെലോസിറ്റി. അടുത്ത ചോദ്യം നോക്കാം. നെക്സ്റ്റ്, വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ഈസ്. ഗ്രാവിറ്റിക്ക് എതിരെയുള്ള വർക്ക് എന്താണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ പോസിറ്റീവ്, ഓപ്ഷൻ ബി 0, ഓപ്ഷൻ സി മാക്സിമം, ഓപ്ഷൻ ഡി നെഗറ്റീവ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി നെഗറ്റീവ് ആണ്. അപ്പോൾ +2 സിലബസ് ഉള്ളവർ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വെക്കണം. ഇത് നെഗറ്റീവ് വരാൻ കാരണം ഇവിടെ കോസ് തീറ്റ, ഇവിടെ തീറ്റ 180 ആണ് വരുന്നത്. അപ്പോൾ കോസ് 180യുടെ വാല്യൂ -1 ആണ്. സോ അങ്ങനെയാണ് ഇവിടെ നെഗറ്റീവ് വരുന്നത് കേട്ടോ. ഇതൊന്ന് ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. ദ യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് ജൂൾ. ദ അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് സെയിം യൂണിറ്റ് ഈസ്. വർക്കിൻ്റെ യൂണിറ്റ് ജൂളാണ്. അങ്ങനെയെങ്കിൽ ജൂള് SI യൂണിറ്റായി വരുന്ന മറ്റൊരു ക്വാണ്ടിറ്റി ഏതാണെന്നാണ് ചോദിച്ചത്. നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ പവർ, ഓപ്ഷൻ ബി വെലോസിറ്റി, ഓപ്ഷൻ സി എനർജി, ഓപ്ഷൻ ഡി ഫോഴ്സ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി എനർജിയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇൻ കേസ് ഓഫ് നെഗറ്റീവ് വർക്ക്, ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ്. ഒരു നെഗറ്റീവ് വർക്ക് നടക്കണമെങ്കിൽ
ആംഗിൾ ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ആംഗിൾ എത്രയായിരിക്കണം എന്നാണ് ചോദിച്ചത്. നമ്മൾ തൊട്ട് മുന്നത്തെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണല്ലേ. കോസ് തീറ്റയുടെ വാല്യൂ ആണ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, കോസ് തീറ്റ. അപ്പോൾ കോസ് തീറ്റ -1 ആവുന്ന കേസ് എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? തീറ്റ 180 ആയിരിക്കും. ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കുമ്പോൾ മാത്രമേ വാല്യൂ എത്ര വരുള്ളൂ? -1 വരുള്ളൂ. സോ ആംഗിൾ 180 ആകുമ്പോഴാണ് വർക്ക് നെഗറ്റീവ് ആവുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 180 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ. ദ വർക്ക് ഡൺ ബൈ എ ഗേൾ ക്യാരിയിങ് എ സ്കൂൾ ബാഗ് ഓഫ് 3 കിലോഗ്രാം ഓൺ ഹെർ ബാക്ക് ആൻഡ് മൂവിങ് 200 മീറ്റർ ഓൺ ലെവൽഡ് റോഡ് വിൽ ബി. ഒരു കുട്ടി 3 കിലോഗ്രാം ഭാരമുള്ള 3 കിലോഗ്രാം മാസമുള്ള ബാഗായിട്ട് 200 മീറ്റർ ട്രാവൽ ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ബാഗിൻ്റെ മുകളിൽ ചെയ്ത വർക്ക് എത്രയാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ 6 × 10⁻³ ഓപ്ഷൻ ബി 6 ജൂൾ, ഓപ്ഷൻ സി 0.6 ജൂൾ, ഓപ്ഷൻ ഡി 0. അപ്പോൾ ഇവിടെ ഈ കുട്ടിയുടെ പുറത്ത് ബാഗ് ഇവിടെ ഉണ്ട്. അപ്പോൾ ബാഗ് ഫോഴ്സ് എങ്ങോട്ടാണ്? ഗ്രാവിറ്റി ആണല്ലേ, ഫോഴ്സ് താഴോട്ടാണ്. പിന്നെ ഈ കുട്ടി പോകുന്നത് എങ്ങോട്ടാണ്? മുന്നോട്ട് ട്രാവൽ ചെയ്യുക. അപ്പോൾ ഇങ്ങോട്ടല്ലേ 200 മീറ്റർ ഒക്കെ പറയുമ്പം മുന്നോട്ട് പോവാണ്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ കോസ് 90 എന്ന് പറയുന്നത് എത്രയാണ്? കോസ് 90 എന്ന് പറയുന്നത് 0 ആണ്. സോ വർക്ക് എന്തായിരിക്കും? F × S × 0, വർക്ക് 0 ആണ് വരുന്നത്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. +2 സിലബസിലുള്ളവർ ഓർത്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം, മറ്റുള്ളവർ ഓർത്ത് വെക്കണം. പക്ഷേ ഈ ക്വസ്റ്റ്യനൊക്കെ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത ഉള്ളത് +2 സയൻസ് ഉള്ള സിലബസ് ഉള്ളവർക്കാണ്. മറ്റുള്ളവർക്ക് വരും, പക്ഷേ ഇത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് ചോദിക്കുകയൊന്നുമില്ല. അവർക്ക് ചോദിക്കുന്നത് ചിലപ്പോൾ ഒരു കുട്ടി 1 മണിക്കൂർ നേരം ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ കുട്ടി ചെയ്ത വർക്ക് എത്രയാണെന്നൊക്കെ അങ്ങനെ സിമ്പിളായിട്ടുള്ള രീതിയിലേ ചോദിക്കുകയുള്ളൂ. അങ്ങനെ ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ അപ്പോഴും 0 ആണ്. കൂടുതൽ ഇങ്ങനെ വാല്യൂസ് ഒന്നും കൊടുത്തിട്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിൽ ജനറൽ സയൻസ് സിലബസ് ഉള്ളവർക്ക് ചോദിക്കാറില്ല. ഇങ്ങനെ ചോദിക്കുന്നത് എപ്പോഴും +2 സയൻസ് സിലബസ് ഉള്ളവർക്കാണ് ചോദിക്കുന്നത്. അപ്പോൾ ആർമിയിലെ ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ്, പിന്നെ നേവിയിലെ AASSR ഇത് കുറച്ച് കൂടുതൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് ചോദിക്കുന്നത് കാണാറുള്ളത്. പിന്നെ എയർഫോഴ്സ് ഗ്രൂപ്പ് എക്സ്, പിന്നെ കോസ്റ്റ് ഗാർഡും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 ജൂൾ ഈസ് ഈക്വൽ ടു 1 ജൂള് എന്തിന് ഈക്വൽ ആണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ 10⁵ ERG, ഓപ്ഷൻ ബി 10⁷ ERG, ഓപ്ഷൻ സി 10⁻10 ERG, ഓപ്ഷൻ ഡി 10⁻2 ERG. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 10⁻7 ERG. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഈസ് കോൾഡ്. ഒരു പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ റേറ്റ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് വർക്ക് എന്ന് പറയുമ്പം W/T എന്താണ്? പവറാണ്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂണിറ്റ് ഓഫ് പവർ? താഴെ തന്നിരിക്കുന്നതിൽ പവറിൻ്റെ യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ വാട്ട്, ഓപ്ഷൻ ബി ഹോഴ്സ് പവർ, ഓപ്ഷൻ സി ജൂൾ/സെക്കൻഡ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. ഇപ്പോൾ വാട്ട് പവറിൻ്റെ യൂണിറ്റാണ് നമുക്കറിയാം. ഹോഴ്സ് പവറും പവറിൻ്റെ യൂണിറ്റാണ്. 746 വാട്ടാണ് ഒരു ഹോഴ്സ് പവർ. നെക്സ്റ്റ് ജൂൾ/സെക്കൻഡ്, അതും എന്താണ്? പവറിൻ്റെ യൂണിറ്റാണ്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യമാണ് അടുത്ത ക്വസ്റ്റ്യനായിട്ട് വന്നിരിക്കുന്നത്. 1 ഹോഴ്സ് പവർ ഈസ് ഈക്വൽ ടു, ഒരു ഹോഴ്സ് പവർ എത്രയാണെന്നാണ് എത്ര വാട്ടാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ 10⁻³ വാട്ട്, ഓപ്ഷൻ ബി 746 വാട്ട്, ഓപ്ഷൻ സി 674 വാട്ട്, ഓപ്ഷൻ ഡി 10⁻2 വാട്ട്. ആൻസർ ഓപ്ഷൻ ബി 746 വാട്ട്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. എ ലാമ്പ് കൺസ്യൂംസ് 1000 ജൂൾ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഇൻ 10 സെക്കൻഡ്. ദ പവർ ഈസ് ഗിവൺ ബൈ. ഒരു ബൾബ് 10 സെക്കൻഡ് കൊണ്ട് 10 സെക്കൻഡ് പ്രവർത്തിച്ചപ്പം 1000 ജൂള് ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ ബൾബിൻ്റെ പവർ എത്രയാണെന്നാണ് ചോദിച്ചത്. പവർ കാണാനുള്ള ഇക്വേഷൻ P = വർക്ക് ബൈ ടൈം.
ഇവിടെ വർക്ക് എത്ര ജൂളാണ്? 1000 ആണ്. 1000 ഹരിക്കണം എത്ര, ടൈം എത്രയാണ്? 10 സെക്കൻഡാണ്. 1000/10. ഈ 0 ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിൽ 100 വരും. സോ ആൻസർ ഓപ്ഷൻ എ 100 വാട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് പവർ? പവറിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ വാട്ട്, ഓപ്ഷൻ ബി കിലോ വാട്ട്, ഓപ്ഷൻ സി മെഗാവാട്ട്, ഓപ്ഷൻ ഡി ഹോഴ്സ് പവർ. ഇതിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് വാട്ടാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. കിലോ വാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 1000 വാട്ട്. 1000 വാട്ടാണ് 1 കിലോ വാട്ട്. മെഗാവാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10⁻⁶ വാട്ടാണ്. നെക്സ്റ്റ് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ട്. സോ അതിൽ ഏറ്റവും ചെറിയ പവറിൻ്റെ യൂണിറ്റ് വാട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ദ കപ്പാസിറ്റി ഓഫ് ഡൂയിങ് വർക്ക് ഈസ് കോൾഡ്. ഓപ്ഷൻ എ എനർജി, ഓപ്ഷൻ ബി ഫോഴ്സ്, ഓപ്ഷൻ സി മൊമെൻറ്റം, ഓപ്ഷൻ ഡി പവർ. കപ്പാസിറ്റി ഓഫ് വർക്ക് എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? എനർജിയാണ് അല്ലേ. 15 ഓപ്ഷൻ എ ആണ് എനർജി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ CGS യൂണിറ്റ് ഓഫ് എനർജി ഈസ്. ഓപ്ഷൻ എ ജൂൾ, ഓപ്ഷൻ ബി ERG, ഓപ്ഷൻ സി വാട്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. CGS യൂണിറ്റിൽ CGSൽ എനർജിയുടെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചത്. നമ്മൾ കുറേ പാർട്ടിൽ നമ്മൾ ഈ കാര്യം പറഞ്ഞു പോയിട്ടുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ERG ആണ്. നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കാണുന്നുണ്ട്. നമ്മൾ ഏതൊരു ടോപ്പിക്ക് എടുത്ത് പോകുമ്പോഴും ആ ടോപ്പിക്കിലൊക്കെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 കിലോ ജൂൾ എനർജി ഈസ് ഈക്വൽ ടു. 1 കിലോ ജൂൾ എനർജി എത്രയാണെന്നാണ് ചോദിച്ചത്. 1 കിലോ എന്ന് പറയുമ്പോൾ 1000 ആണല്ലേ. അപ്പം 3 0 കൊടുക്കുക. അപ്പോൾ ഈ 3 0 ഈ 1000 നമ്മൾ എന്താക്കി മാറ്റാം? 10⁻³ എന്ന് നമുക്ക് എഴുതാം. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ എനർജി സ്റ്റോർഡ് ഇൻ എ വാട്ട് സ്പ്രിംഗ് ഈസ്. ഓപ്ഷൻ എ കൈനറ്റിക് എനർജി, ഓപ്ഷൻ ബി പൊട്ടൻഷ്യൽ എനർജി, ഓപ്ഷൻ സി ഹീറ്റ് എനർജി, ഓപ്ഷൻ ഡി കെമിക്കൽ എനർജി. ഇപ്പോൾ സ്പ്രിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പ്രിങ്ങിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി എന്താണെന്നാണ് ചോദിച്ചത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി പൊട്ടൻഷ്യൽ എനർജിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. എനർജി ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് കൊമേഴ്ഷ്യലി ഫ്രം കോൾ ഈസ് കോൾഡ്. കൽക്കരിയിൽ നിന്നും ഉണ്ടാക്കുന്ന ഊർജ്ജത്തെ നമ്മൾ എന്താണ് വിളിക്കാറ്? ഓപ്ഷൻ എ ലൈറ്റ് എനർജി, ഓപ്ഷൻ ബി കൈനറ്റിക് എനർജി, ഓപ്ഷൻ സി തെർമൽ എനർജി, ഓപ്ഷൻ ഡി പൊട്ടൻഷ്യൽ എനർജി. ഇപ്പോൾ കൽക്കരി കോള് കത്തിക്കുമ്പോൾ എന്താണ് സാധാരണ? തെർമൽ എനർജിയാണ്. നമ്മളതിൻ്റെ തെർമൽ എനർജി താപോർജ്ജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി തെർമൽ എനർജി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ആർ ടൈപ്സ് ഓഫ്. പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും എന്ത് ടൈപ്പ് എനർജിയാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ഇലക്ട്രിക്കൽ എനർജി, ഓപ്ഷൻ ബി മാഗ്നറ്റിക് എനർജി, ഓപ്ഷൻ സി തെർമൽ എനർജി, ഓപ്ഷൻ ഡി മെക്കാനിക്കൽ എനർജി. ആൻസർ ഓപ്ഷൻ ഡി മെക്കാനിക്കൽ എനർജി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഓർഡർ ടു ഡു വർക്ക് എനർജി ഈസ്. വർക്ക് ചെയ്യുമ്പോൾ എനർജി എന്താണ്? ട്രാൻസ്ഫേർഡ് ഓർ കൺവേർട്ടഡ്. ഓപ്ഷൻ ബി ലോസ്റ്റ്, ഓപ്ഷൻ സി യൂസ്ഡ് അപ്പ്, ഓപ്ഷൻ ഡി ലോസ്റ്റ് ഓർ ട്രാൻസ്ഫർ. അപ്പം എനർജി എന്താണ്? നമുക്ക് കൺസർവേഷൻ ഓഫ് എനർജി പഠിച്ചാണ്. എനർജി നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ട്രാൻസ്ഫോം വൺ ഫോം ടു അനദർ. എനർജി നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഇത് ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് നമുക്ക് പരിവർത്തനം മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് പഠിച്ചത്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ട്രാൻസ്ഫർ ഓർ കൺവേർട്ടഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ എ ബോഡി ഫാൾസ് ഫ്രീലി ടുവാർഡ്സ് ദ എർത്ത് ദെൻ ഇറ്റ് ഈസ് ടോട്ടൽ എനർജി. ഒരു ബോഡി താഴോട്ട് വീഴുകയാണ്. അപ്പം ഇതിൻ്റെ എനർജിക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഫ്രീലി ഫാളിംഗ് ആണ്. സോ ഓപ്ഷൻ എ ഇൻക്രീസ്, ഓപ്ഷൻ ബി ഡിക്രീസ്, ഓപ്ഷൻ സി റിമൈൻസ് കോൺസ്റ്റൻറ്റ്, ഓപ്ഷൻ ഡി ഫസ്റ്റ് ഇൻക്രീസ് ആൻഡ് ദെൻ ഡിക്രീസ്. ഇപ്പോൾ ഒരു വസ്തു ഫ്രീലി ഫാളാണല്ലേ. ഇപ്പം മുകളിൽ നിന്നും താഴോട്ടേക്ക് വീഴുകയാണ്, ഫ്രീലി ഫാള്. അപ്പോൾ ഇവിടെ ഈ ടോപ്പിലയക്കുമ്പോഴുള്ള എനർജി
എന്തായിരിക്കും mgh ആയിരിക്കും mgh. ദെൻ ഇത് താഴേക്ക് വരുമ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. സോ ഇതിങ്ങനെ താഴേക്ക് വന്നിട്ട് കൈനറ്റിക് എനർജി ഇങ്ങനെ കൂടി വരും. സോ ഇവിടെ താഴെ എത്തുമ്പോൾ എന്തായിരിക്കും എനർജി, ടോട്ടൽ എനർജി mgh. അപ്പോൾ എന്താണ് ഓപ്ഷൻ സി റിമൈൻസ് കോൺസ്റ്റൻ്റ് ആണ്. ഇത് നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്, കൂടാതെ 9ാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. ഇറ്റ് ഈസ് റിമൈൻസ് കോൺസ്റ്റൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ യൂണിറ്റ് ഓഫ് എനർജി? താഴെ തന്നിരിക്കുന്നതിൽ എനർജിയുടെ യൂണിറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ജൂൾ, ഓപ്ഷൻ ബി ന്യൂട്ടൺ മീറ്റർ, ഓപ്ഷൻ സി കിലോ വാട്ട്, ഓപ്ഷൻ ഡി കിലോ വാട്ട് അവർ. ഈ കിലോ വാട്ട് അവർ എപ്പോഴും നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഈ കിലോ വാട്ട് അവർ എന്താണ്? ഇത് എനർജിയുടെ യൂണിറ്റ് ആണ്. ഇപ്പോൾ ന്യൂട്ടൺ മീറ്റർ നമുക്കറിയാം എനർജിയുടെ യൂണിറ്റ് ആണ്. പിന്നെ ജൂൾ എനർജിയുടെ യൂണിറ്റ് ആണ്. ഇതിൻ്റെ എനർജിയുടെ യൂണിറ്റ് അല്ലാത്തത് കിലോ വാട്ടാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. വാട്ട് പവറിൻ്റെ യൂണിറ്റ് ആണ്. സോ കിലോ വാട്ടും എന്തിനാണ്? പവറിൻ്റെ യൂണിറ്റ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ടർ സ്റ്റോർഡ് ഇൻ എ ഡാം പോസസ് നോ എനർജി, ഇലക്ട്രിക്കൽ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. ഇപ്പം ഒരു റിസർവോയറിൽ വാട്ടർ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ഒരു ജലവൈദ്യുത നിലയത്തിൽ വാട്ടർ സ്റ്റോർ ചെയ്ത് നിൽക്കുന്നത്, അതിന് എന്ത് എനർജിയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ജലത്തിന് അവിടെ മൂവിങ് ഇല്ല, ജലം അവിടെ തന്നെ നിൽക്കുകയാണ്. സോ അതിനുണ്ടാകുന്നത് എനർജി പൊസസ്ഡ് ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ ആണ്, പൊസിഷൻ കൊണ്ട് ഉണ്ടാകുന്ന എനർജി. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി പൊട്ടൻഷ്യൽ എനർജിയാണ്. സ്ഥിതികോർജ്ജം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സ്റ്റോൺ ഈസ് ഡ്രോപ്പ്ഡ് ഫ്രം ദ റൂഫ് ഓഫ് എ ഹൗസ് ടുവാർഡ്സ് ഗ്രൗണ്ട്. വെൻ will be the kinetic energy of stone is maximum. ഒരു കല്ല്, ഒരു സ്റ്റോണ് ഒരു വീടിൻ്റെ റൂഫിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇടുകയാണ്. അപ്പം എപ്പോഴാണ് അതിൻ്റെ കൈനറ്റിക് എനർജി മാക്സിമം ആവുന്നത്? അപ്പം നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടല്ലേ, അപ്പം ഒരു ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് ഫ്രീലി ഫാളിങ്ങിൽ കണ്ട പോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് താഴേക്ക് ഇടുകയാണ്. അപ്പം ഇവിടെ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. സോ അവിടെ കൈനറ്റിക് എനർജി മിനിമം ആയിരിക്കും. പിന്നെ താഴോട്ട് വീഴുന്നതനുസരിച്ച് കൈനറ്റിക് എനർജി ഇങ്ങനെ കൂടി വരും. പിന്നെ ഇവിടെ ഇത് റെസ്റ്റിലേക്ക് എത്തും, നിലത്ത് എത്തുമ്പം അതവിടെ നിന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് അവിടെയും മാക്സിമം പൊട്ടൻഷ്യൽ എനർജി അവിടെ നിന്നു. അപ്പോൾ എപ്പോഴായിരിക്കും ഇതിന് മാക്സിമം കൈനറ്റിക് എനർജി ഉണ്ടാവുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ താഴെ വീഴുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ടായിരിക്കും ഇതിന് മാക്സിമം കൈനറ്റിക് എനർജി ഉണ്ടാവുന്നത്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ജസ്റ്റ് ബിഫോർ റീച്ചിങ് ദ ഗ്രൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ക്ലീനസ്റ്റ് സോഴ്സ് ഓഫ് എനർജി? ക്ലീനസ്റ്റ് സോഴ്സ് ഓഫ് എനർജി ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ബയോഫ്യൂവൽ, ഓപ്ഷൻ ബി ഫോസിൽ ഫ്യൂവൽ, ഓപ്ഷൻ സി ന്യൂക്ലിയർ പവർ, ഓപ്ഷൻ ഡി വിൻഡ് എനർജി. ഇപ്പോൾ ക്ലീനസ്റ്റ് സോഴ്സ് ഓഫ് എനർജി എപ്പോഴെന്തായിരിക്കും? വിൻഡ് എനർജിയാണ്. ഓക്കെ. അപ്പം അങ്ങനെ ചോദിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പൊല്യൂഷൻസ് ഇല്ലാത്ത എനർജി, പൊല്യൂഷൻ ഇല്ലാത്തത് കൊണ്ടാണ് വിൻഡ് എനർജിയെ നമ്മൾ അങ്ങനെ പറയുന്നത്. പിന്നെ ഇവിടെ ഈ ബയോഫ്യൂവൽസിലൊക്കെ എന്തുണ്ട്? ബയോഫ്യൂവൽസ് ഫോസിൽ ഫ്യൂവൽസിലൊക്കെ കാർബൺ ഉണ്ട്. പിന്നെ ഇവിടെ ന്യൂക്ലിയർ എനർജിയാണ്, ന്യൂക്ലിയർ പവറിൽ. സോ ഇവിടെ റിയാക്ടറിൽ നമ്മൾ പിന്നെ മോഡറേറ്ററൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത് നമ്മൾ ഒരിക്കലും ക്ലീനസ്റ്റ് സോഴ്സ് ഓഫ് എനർജി നമ്മൾ പറയില്ല. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി വിൻഡ് എനർജിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ഓപ്ഷൻ എ 1 കിലോവാട്ട് അവർ ഈസ് ഈക്വൽ ടു 3.6 × 10⁶ ജൂൾ. ഓപ്ഷൻ ബി 1 കിലോവാട്ട് അവർ ഈസ് ഈക്വൽ ടു 3.6 × 10⁵ ജൂൾ. ഓപ്ഷൻ സി 1 kilowatt hour is equal to 3.6 × 10⁴ joule. Option D 1 kilowatt hour is equal to 3.6 × 10⁵ joule. നമ്മൾ പഠിച്ചാലേ 1 കിലോവാട്ട് എന്ന് പറയുന്നത് ഓപ്ഷൻ എ 3.6 × 10⁶ joule. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബോഡി ഈസ് ഫാളിങ് ഫ്രം എ ഹൈറ്റ് h. ആഫ്റ്റർ ഇറ്റ് ഹാസ് ഫാളൻ ഹൈറ്റ് h/2 ഇറ്റ് വിൽ പോസസ്. ഒരു ബോഡി ഹൈറ്റ് h എന്ന് വീഴുകയാണ്. അപ്പം ഇതാണ് കേസ്. ഇവിടെ നിന്നും താഴോട്ട് ഒരു ഒബ്ജക്റ്റ് വീഴുകയാണ്. അപ്പം
ഈ ഹൈറ്റ് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഹൈറ്റാണ് നമ്മൾ എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ h/2 എന്ന് പറയുന്നത് എന്താ, ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും, ഇതായിരിക്കും h/2. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എ ബോഡി ഈസ് ഫാളിങ് ഫ്രം എ ഹൈറ്റ് h ആഫ്റ്റർ ഇറ്റ് ഹാസ് ഫാളൻ എ ഹൈറ്റ് h/2 ഇറ്റ് വിൽ പ്രോസസ്. അപ്പോൾ h/2ലാകുമ്പോൾ ഇവിടെ സെൻറ്ററിലെത്തുമ്പം അവിടെ ഉണ്ടാവുന്നത് എന്താണെന്ന് ചോദിച്ചത്, ഓൺലി പൊട്ടൻഷ്യൽ എനർജി, ഓൺലി കൈനറ്റിക് എനർജി, ഓപ്ഷൻ സി ഹാഫ് പൊട്ടൻഷ്യൽ ആൻഡ് ഹാഫ് കൈനറ്റിക് എനർജി, ഓപ്ഷൻ ഡി മോർ കൈനറ്റിക് ആൻഡ് ലെസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ നമ്മളവിടെ പഠിച്ചാണ് ഇവിടെ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും, ഇവിടെ വീഴുന്നതിൻ്റെ തൊട്ട് മുന്നേ മാക്സിമം കൈനറ്റിക് എനർജി ആയിരിക്കും. സോ ഇതിൻ്റെ പകുതി എത്തുമ്പോൾ എന്തായിരിക്കും, ഹാഫ് പൊട്ടൻഷ്യൽ ആൻഡ് ഹാഫ് കൈനറ്റിക് എനർജി. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇത് +2 സിലബസിൽ ഒരു ഓർത്ത് വെക്കേണ്ട ക്വസ്റ്റ്യനാണ്. സാധ്യത വളരെ കൂടുതലാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ. മറ്റുള്ളവരും ഇതൊന്ന് ഓർത്ത് വെക്കുക, എല്ലാവരും ഓർത്ത് വെക്കണം. പക്ഷേ നമ്മൾ ഇത് ഇങ്ങനെ കൂടുതലായിട്ട് പറയുന്നത് മൊത്തമായിട്ട് ക്ലാസ് 2 പേർക്കും ഇത് വരുന്നത് കൊണ്ടാണ്, മൊത്തമായിട്ടുള്ളൊരു ക്ലാസ് ആയതുകൊണ്ടാണ് ഞാനത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നത്. പക്ഷേ പാർട്ട് 2 +2 സിലബസുള്ളവർ കൂടുതൽ ഫോക്കസ് ചെയ്ത് കാണേണ്ട ക്ലാസ്സാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ടൈപ്പ് ഓഫ് എനർജി സ്റ്റോർഡ് ഇൻ സ്പ്രിംഗ്. നമ്മൾ ഡിസ്കസ് ചെയ്താണ് സ്പ്രിങ്ങിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി ഏതാണ്. കാരണം നാളെ ഓപ്ഷൻ സി പൊട്ടൻഷ്യൽ എനർജിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി ഓഫ് എ കാർ ആൻഡ് എ ട്രക്ക് ഹാവിംഗ് ദ സെയിം സ്പീഡ് ഓഫ് 60 m/s ആൻഡ് masses in the ratio of 1:4 will be. ഇപ്പം ഇതിൻ്റെ കൈനറ്റിക് എനർജി അല്ലേ, ഒരു ട്രക്കിൻ്റെയും കാറിൻ്റെയും കൈനറ്റിക് എനർജി കാണാൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജി K സമം എന്താണ്, ഹാഫ് mv². അപ്പോൾ ഇവിടെ ഹാവിങ് ദ സെയിം സ്പീഡ് തന്നിട്ടുണ്ട്. രണ്ടിനും എന്താണ് കോമൺ സ്പീഡാണല്ലേ. അപ്പം ഇവിടെ നമ്മൾ V1 എടുക്കുക, M1 V1. അപ്പോൾ ഇവിടെ ഒന്ന് ഫസ്റ്റത്തെ കേസ് കാറിൻ്റെത്, രണ്ടാമത്തെ K സമം ഹാഫ് mv². ഇത് നമുക്ക് എന്തിൻ്റെ എടുക്കാം, ട്രക്കിൻ്റെ എടുക്കാം. അപ്പം ഇവിടെ രണ്ട് കേസിൽ ഇവിടെ എന്താണ് ഡിഫറൻ്റ് ഉള്ളത്, മാസസ് ആണല്ലേ. മാസസ് ഒന്നിൻ്റെത് കാറിൻ്റെത് 1ഉം നമ്മുടെ ട്രക്കിൻ്റെത് 4ഉം ആണ്. അപ്പോൾ ഇവിടെ സെയിം ആയിട്ടുള്ളത് ഈ ഹാഫ് രണ്ടിലും സെയിമാണ്, കട്ട് ചെയ്ത് പോകും. v² രണ്ടിൻ്റെയും വെലോസിറ്റി എന്താണ്, സെയിം ആണ്. അപ്പോൾ ഇവിടെ ഈ എമ്മും ഈ എമ്മും ഇവിടുത്തെ 2 ഉള്ള റേഷ്യോ എത്രയാണ്, 1:4. സോ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 1:4 തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഹീറ്റ് എഞ്ചിൻ കൺവേർട്സ്. ഒരു ഹീറ്റ് എഞ്ചിന് എന്താണ് കൺവേർട്ട് ചെയ്യുന്നതാണ് ചോദിച്ചത്. ഓപ്ഷൻ എ മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി, ഓപ്ഷൻ ബി ഹീറ്റ് എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി, ഓപ്ഷൻ സി ലൈറ്റ് എനർജി ഇൻറ്റു സൗണ്ട് എനർജി, ഓപ്ഷൻ ഡി സൗണ്ട് എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഇപ്പം ഒരു ഹീറ്റ് എഞ്ചിൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്, ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കിയിട്ട്, യാന്ത്രികോർജ്ജമാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ആര് ചെയ്യുന്നത്, ഹീറ്റ് എഞ്ചിൻ ചെയ്യുന്നത്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഫോട്ടോ ഇലക്ട്രിക് സെൽ കൺവേർട്സ്. ഓപ്ഷൻ എ മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി, ഓപ്ഷൻ ബി ഹീറ്റ് എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി, ഓപ്ഷൻ സി ലൈറ്റ് എനർജി ഇൻറ്റു കെമിക്കൽ എനർജി, ഓപ്ഷൻ ഡി ലൈറ്റ് എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഫോട്ടോ ഇലക്ട്രിക് സയൻസ് എടുത്തവർക്ക് പെട്ടെന്ന് സംഗതി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റാണ്, ഇലക്ട്രിക് എന്നാൽ കറണ്ട് ഇലക്ട്രിക് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് കൺവേർട്ട് ചെയ്യുന്നത്, ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലൈറ്റ് എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. അടുത്ത ക്വസ്റ്റ്യൻ. എ ഡൈനാമോ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട്. ഡൈനാമോ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ സൈക്കിളിലൊക്കെ ഉപയോഗിക്കും, പണ്ട് കാലത്ത് നമ്മൾ സൈക്കിളൊക്കെ ഉപയോഗിക്കുന്നതല്ലേ. രാത്രി വെളിച്ചം കിട്ടാൻ ഡൈനാമോ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ഡൈനാമോ യൂസ് ചെയ്തിട്ടാണ്. അപ്പം ഡൈനാമോയുടെ ഉള്ളിൽ എന്താണ്, ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുകയാണ് വിത്ത് ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിൽ അത് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ളിലെ കോയിൽസ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് കറണ്ട് ഉണ്ടാകുന്നത്. സോ അവിടെ എന്താണ് സംഭവിക്കുന്നത്, മെക്കാനിക്കൽ എനർജിയാണ് ഉള്ളിൽ സംഭവിക്കുന്നത്. അപ്പോൾ മെക്കാനിക്കൽ എനർജിയെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ.
ഇപ്പോൾ നമ്മളിന്ന് 33 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗൈസ് എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻസൊക്കെ? സിമ്പിളാണ് കേട്ടോ. ഇത് നിങ്ങളുടെ 10ാം ക്ലാസ് സിലബസുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. സാധാരണ നമ്മുടെ ആർമി, നേവി, എയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ് ഇവർക്ക് പറയുന്ന 10ാം ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ കേരള സിലബസ് 10ാം ക്ലാസ് അല്ല, CBSEയുടെ 10ാം ക്ലാസ്സാണ്. അപ്പോൾ നമ്മളെക്കാൾ കുറച്ചുകൂടി ഹയർ ലെവൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ളതാണ് നമ്മുടെ CBSE ക്വസ്റ്റ്യൻസ്, CBSE പാഠഭാഗങ്ങൾ. സോ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടി കൂടുതൽ ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസിലേക്ക് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റണം. സോ പിന്നെ നമ്മൾ ഇന്നത്തെ നമ്മൾ 33 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിൻ്റെ പാർട്ട് 2 ഉണ്ട്. പാർട്ട് 2 +2 സയൻസ് സിലബസുള്ള അവർക്കുള്ള അതാണ്. അത് വീഡിയോ ലെക്ചറിങ് ആയിട്ടാണ് എടുക്കുന്നത്. അത് കുറച്ച് പ്രോബ്ലംസാണ് കൂടുതൽ. അപ്പോൾ അവർക്ക് വരുന്ന തിയറി പാർട്സ് ക്വസ്റ്റ്യൻസൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ പ്രോബ്ലംസാണ്. അപ്പം പ്രോബ്ലംസ് നമ്മൾ ലൈവ് ബോർഡിൽ ചെയ്യേണ്ടി വരും. സോ നമുക്ക് പാർട്ട് 2 അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആർമി, നേവി, എയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ ജോലി സ്വപ്നം കാണുന്നവർക്ക് ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ എക്സാം എളുപ്പമാക്കാൻ സാധിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. എയർഫോഴ്സ് ഇപ്പോൾ വിളിച്ചു, കോസ്റ്റ് ഗാർഡ് വിളിച്ചു, ആർമി വിളിച്ചു. ഇനി തൊട്ടടുത്തായിട്ട് നമുക്ക് നേവി വിളിക്കാനുണ്ട്. സോ വരും ദിവസങ്ങളിൽ നേവി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എക്സാമിന് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നല്ലൊരു ജോലി നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ, ദൈവം സഹായിക്കട്ടെ. അപ്പോൾ നമ്മൾ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.